1 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കറി വെക്കാൻ അറിയാത്തവർക്കും ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കറി വെക്കാം. ഇല്ലേട്ടാ, എങ്ങനെയാ നമ്മൾ വെക്കാൻ പോണേ? നമ്മളിത് കറി വെക്കുന്നതിന് വലിയ പാടൊന്നുമില്ല. ഈ മസാല എടുക്കുക, ഇത് ഈ 1 കിലോ ചിക്കനിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഫ്രഷാണ്. ഇതിനകത്ത് നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. നമ്മൾ 10 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പൊ ഏതറിയില്ലാത്ത ആൾക്കാർക്ക് പാട്ടും പാടി വെക്കാം. പാട്ടും പാടി ഒരു ചിക്കൻ കറി വെക്കേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു പൊടിക്കകത്തുണ്ട് കേട്ടോ. അപ്പൊ 10 മിനിറ്റിന് ശേഷം ഇനി ബാക്കി പ്രോസസ് എന്ന് പറഞ്ഞേ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ 300 ml വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുത്താൽ മാത്രം മതി. ചിക്കൻ കറി റെഡിയാവും. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിന്റെ ഫ്ലേവർ ഒന്നുകൂടെ കൂടും. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരല്പം തേങ്ങാപ്പാൽ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കറിയും ഒന്ന് ഒഴിച്ചേ. ഓക്കെ, അതെ, കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി, അതും 10 മിനിറ്റിനോട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഒന്നൊന്നര പൊളി, അടിപൊളിയല്ലേ? ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അതേ സ്വാദ്, ഒരു രക്ഷയിലാട്ടോ. നല്ല ചൂടൻ ചിക്കൻ കറിയും കൂട്ടി അപ്പോൾ ഒരു പിടിച്ചാണല്ലോ, സംഭവം പൊളിയാണ്. അപ്പൊ ഇനിയിപ്പം കറി വെക്കാൻ അറിയില്ല എന്നുള്ള വിഷമം വേണ്ട, ഒരു ടെൻഷൻ വേണ്ട. ആർക്കും കറി വെക്കാൻ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ മസാലക്കൂട്ടിന്റെ ചിക്കൻ മിക്സ് ആൻഡ് കുക്കിംഗ് ഉണ്ട്. 10 മിനിറ്റ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. സംഭവം പൊളിയാണ് കേട്ടോ.